വീട്ടിൽ വെച്ച് ആയിരുന്നു. ശ്രീ കരുണാകരന് മാഷെ വലിയ സ്നേഹമായിരുന്നു, അടുപ്പമായിരുന്നു എന്നുള്ള തിരിച്ചറിവ് അന്ന് എനിക്കുണ്ടായി. ശ്രീ കരുണാകരന് എന്നോടും സ്നേഹമായിരുന്നു. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ മകൻ്റെ അധ്യാപകനായിരുന്നു മാർ ഇവാനിയോസ് കോളേജിൽ എന്നുള്ള നിലക്ക് പ്രധാനമായി. മുരളീധരൻ വാസ് മൈ സ്റ്റുഡൻറ് ഇൻ മാർ ഇവാനിയോസ് കോളേജ്. മാസ്റ്ററോട് ശ്രീ കെ കരുണാകരൻ പ്രദർശിപ്പിക്കുന്ന വാംത്ത് എത്ര ആത്മാർത്ഥവും അതുപോലെ തന്നെ അഗാധവും ആണ് എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടായി. ഞാൻ പൊഞ്ചുകുട്ടി മാഷയുടെ പെരുമാറ്റത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിയത് അന്നാണ്. എല്ലാ മനുഷ്യരും ഇങ്ങനെയാവണം എന്ന് ആ നിമിഷത്തിൽ എനിക്ക് തോന്നി. കാരണം യാതൊരു പ്രൈഡും ഇല്ലാതെ, ഞാൻ ഒരു വലിയ ചിത്രകാരനാണ്, അറിയപ്പെടുന്ന ആർട്ടിസ്റ്റാണ്, എങ്കിലും വളരെ ലളിതമായി എളിമയോടുകൂടി ഇടപെടുന്ന ഒരു മഹാമനുഷ്യൻ്റെ അനുഭവം എനിക്ക് പൊഞ്ചുകുട്ടി മാഷെ കണ്ട സമയത്ത്, പെരുമാറിയ സന്ദർഭത്തിൽ അനുഭവപ്പെടുകയുണ്ടായി. പിന്നീട് പല ഘട്ടങ്ങളിലും മാഷുമായിട്ടുള്ള ഒരു ബന്ധം പുലർത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു തൃശ്ശൂരിൻ്റെ ടച്ച് ഉണ്ടായിരുന്ന ആളാണ് പൊഞ്ചുകുട്ടി മാഷ് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ മാർ ഇവാനിയോസ് കോളേജിൽ വരുമ്പോൾ മലയാളത്തിൽ എൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് തൃശ്ശൂർകാരനല്ല, പക്ഷേ സെൻറ് തോമസ് കോളേജിലെ അധ്യാപകനായിരുന്നു. അദ്ദേഹം കുടമാളൂരുകാരനാണ്. കോട്ടയത്ത് പ്രൊഫസർ PC ദേവസ്യ മാഷിൻ്റെ ഒരു ശിഷ്യൻ എന്ന് വേണമെങ്കിൽ എന്നെ പറയാം. കാരണം ഞാൻ 20 വയസ്സിലാണ് മാർ ഇവാനിയോസ് കോളേജിൽ അധ്യാപകനായിട്ട് വന്നത്. ലെക്ചറായിട്ട് വരുമ്പോൾ ഐ വാസ് ജസ്റ്റ് 20. അപ്പോൾ 60 വയസ്സ് പ്രായമുള്ള PC ദേവസ്യ മാഷ്, അന്നത്തെ ക്രിസ്തുഭാഗവതമൊന്നും എഴുതിയിട്ടില്ല, പക്ഷേ മഹാപണ്ഡിതനാണ് സംസ്കൃതത്തിൽ. പക്ഷെ അത്ര എളിമയോടുകൂടിയാണ് ഒരു ഗുരു സാന്നിധ്യം എന്ന് പറയാവുന്ന നിലക്കാണ് ദേവസ്യ മാഷ് ഇടപെട്ടിരുന്നത് എന്ന് ഞാൻ ഓർക്കുന്നു. പിന്നെ എനിക്ക് ഒത്തിരി പേരെ തൃശ്ശൂരിലെ നല്ല പരിചയമുണ്ട്. ഞാൻ സാഹിത്യ അക്കാദമിയിൽ വളരെ കാലം അതിൻ്റെ നിർവാഹക സമിതിയിലും അതിൻ്റെ ജനറൽ കൗൺസിലും ഒക്കെ അംഗമായിരിക്കാൻ എനിക്കിട വന്നിട്ടുണ്ട്. തൃശ്ശൂരാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം വിട്ടാൽ ചിലവഴിച്ച നഗരം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവിടെയുള്ള ആൾക്കെല്ലാം പൊതുവെ ഉള്ളൊരു മഹത്വം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു ലാളിത്യം ആണ്. പല ജീവിത രംഗങ്ങളിൽ ഇടപെടുന്ന ആളുകളാണെങ്കിലും വലിയ വിനയത്തോടു കൂടി പെരുമാറുന്ന അതിൻ്റെ ഒരു ഭംഗി എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും വളരെ കരുത്തനും അതുപോലെ വിപ്ലവകാരിയും എന്ന് അടയാളപ്പെടുത്തുന്ന മുണ്ടശ്ശേരി മാഷ് എൻ്റെ പരീക്ഷാ ബോർഡിൻ്റെ ചെയർമാൻ ആയിരുന്നു, പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി. Before that time, he was the Honorable Minister for Education in the EMS government അപ്പോൾ മുണ്ടശ്ശേരി മാഷ് എന്നോട് വളരെ സ്നേഹമായിരുന്നു, വലിയ അടുപ്പമായിരുന്നു എന്നോട്. അതുപോലെ പൊഞ്ചുകുട്ടി മാഷ്, ദേവസ്യ മാഷ്, ആൻ്റണി മാഷ്, പ്രൊഫസർ ആൻ്റണി, CL ആൻ്റണി, വലിയ ഭാഷാ വിദഗ്ധൻ ആയിരുന്നു അദ്ദേഹം. അങ്ങനെ ഒത്തിരി ആളുകളെ എല്ലാവരും പേരെടുത്ത് പറയാൻ ഞാൻ ഓർക്കുന്നില്ല. ആ ഒരു ഗ്രേറ്റ് ടീച്ചേഴ്സിൻ്റെ ഒരു നിരയിലാണ് ഞാൻ പൊഞ്ചുകുട്ടി മാഷിനെ കാണുന്നത്. അത് വലിയ ചിത്രകാരനായിരുന്നു. ചിത്രകലയെക്കുറിച്ച് പറയാൻ എനിക്കറിയില്ല അത്ര, എങ്കിലും എൻ്റെ വീട്ടിൽ ഒട്ടേറെ പെയിൻറ്റിങ്സ് ഉണ്ട്, ഗുഡ് പെയിൻറ്റിങ്സ്. അതൊരു ഭാഗ്യമാണ്. കാരണം മലയാറ്റൂർ രാമകൃഷ്ണൻ എൻ്റെ നാട്ടുകാരനാണ് എന്ന് വേണമെങ്കിൽ എനിക്ക് അവകാശപ്പെടാം. കാരണം ഞാൻ മൂവാറ്റുപുഴക്കാരനാണ്. അദ്ദേഹം തോട്ടുവ എന്ന സ്ഥലം, പെരുമ്പാവൂരിന് അടുത്തുള്ള തോട്ടുവ എന്ന സ്ഥലത്താണ് മലയാറ്റൂർ രാമകൃഷ്ണൻ ജീവിച്ചിരുന്നത്. പിന്നെ അദ്ദേഹത്തെ ഞാൻ തിരുവനന്തപുരത്ത് വരുമ്പോൾ ആദ്യം പരിചയപ്പെട്ട വ്യക്തി മലയാറ്റൂർ രാമകൃഷ്ണനായിരുന്നു. അദ്ദേഹം അന്ന് ഗവൺമെൻറ് സെക്രട്ടറിയാണ്. വലിയ സ്നേഹം. അദ്ദേഹത്തിൻ്റെ മനോഹരമായ ചിത്രം ദി ഐസ്, കണ്ണുകൾ എന്ന ചിത്രം എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് അദ്ദേഹം തന്നെ വച്ചു തന്നത് ഞാനിപ്പോഴും ഭംഗിയായിട്ട് അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. 2 ലക്ഷം രൂപ ഒരാൾ വെച്ച് നീട്ടി ഒരു ചെക്ക് അദ്ദേഹത്തിന് അത് വേണം എന്ന് പറഞ്ഞിട്ട് ഞാനത് വളരെ സ്നേഹത്തോടു കൂടി ഒരു പുഞ്ചിരിയോടു കൂടി തിരിച്ചു കൊടുത്തത്
എൻ്റെ അഭിമാന നിമിഷമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അതുപോലെ ദത്തൻ. പിന്നെ എനിക്ക് മാഷെ അടുക്കാൻ ഇടവന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ പാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായിരുന്നു 5 വർഷം. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് കരുണാകരൻ്റെ അടുത്ത് വെച്ച് ഞങ്ങൾ രണ്ടുപേരെയും കാണുമ്പോൾ കുറിച്ചിക്കുട്ടി മാഷെ ലളിത കലാ അക്കാദമിയുടെ ചെയർമാനായിട്ട് ആ ഗവൺമെൻറ് പരിഗണിക്കുന്ന സമയമായിരുന്നു അത്. എന്നെ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായിട്ടും ആ ഗവൺമെൻറ് പരിഗണിക്കുന്ന മനോഹര നിമിഷമായിരുന്നു അതെന്ന് ഞാൻ ഓർക്കുന്നു. ഞാൻ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്തു. കുറിച്ചിക്കുട്ടി മാഷ് അല്പം കഴിഞ്ഞ് ലളിതകലാ അക്കാദമിയുടെ ചെയർമാനായിട്ടും വന്നു. എൻ്റെ കലയും സംസ്കാരവും എന്ന വോളിയം കുട്ടികൾക്ക് വേണ്ടി എൻസൈക്ലോപ്പീഡിയ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ അഡ്വൈസറി ബോർഡിൽ കുറിച്ചിക്കുട്ടി മാഷ് ഉണ്ടായിരുന്നു. സാധാരണ ഒരു കൺസൾട്ടേഷന് വേണ്ടി മാഷ് ഞങ്ങളുടെ ഓഫീസിൽ വന്നിരുന്നു. വിനയപൂർവ്വം ഞാനത് ഓർക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഈ പറഞ്ഞതുപോലെ എൻസൈക്ലോപ്പീഡിയ ഡയറക്ടറായിട്ട് ഞാൻ മാറിയ ഘട്ടത്തിൽ അതിൻ്റെ അഡ്വൈസറി ബോർഡിലും ബഹുമാനായ കുറിച്ചിക്കുട്ടി മാഷ് ഉണ്ടായിരുന്നു എന്നുള്ളത് സാറിൻ്റെ അനുഗ്രഹം, സാറിൻ്റെ ഒരു ഡയറക്ഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു. നമ്മുടെ ഏറ്റവും വലിയ രാജാ രവിവർമ്മയെ കണ്ടിട്ടില്ല, പക്ഷേ ചിത്രങ്ങളിലൂടെ രവിവർമ്മയെ കണ്ടിട്ടുണ്ട്. രവിവർമ്മയുടെ സ്റ്റുഡിയോ പൂനെയിൽ പോയി സന്ദർശിക്കാൻ, അതിനുവേണ്ടി മാത്രം ഞാൻ ബോംബെയിൽ നിന്ന് പൂനെയിലേക്ക് റോഡ് മാർഗം പോയി. കാരണം രവിവർമ്മ അവിടെ ഇരുന്നാണ് വരച്ചത്. ആ സ്റ്റുഡിയോ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. ചിത്രകാരന്മാർക്കൊരു ബഹുമാനം, ആദരം. MV ദേവൻ്റെ ആലുവയിലുള്ള കലാക്ഷേത്രത്തിൽ ഞാൻ പലവട്ടം പോയിട്ടുണ്ട്. ചിത്രകാരനൊന്നുമല്ല, പക്ഷേ നല്ലൊരു ആസ്വാദകനാകാൻ ശ്രമിച്ചിട്ടുണ്ട്. MV ദേവൻ ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ കൂത്താട്ടുകുളം ഞങ്ങളുടെ സ്കൂളിൽ വന്ന് പ്രസംഗിക്കാൻ വന്നപ്പോൾ ഓട്ടോഗ്രാഫ് പുസ്തകം കൊടുത്തു. അത് മനോഹരമായ ഒരു ചിത്രം വരച്ചിട്ട്, സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ ചിത്രം വരച്ചിട്ട് ദത്തൻ മാഷ് എഴുതി, താങ്കൾ ഒരു കലാകാരനായില്ലെങ്കിൽ വേണ്ട, ഒരു കലാസ്വാദകൻ എങ്കിലും ആവുക എന്ന്. അത് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ എൻസൈക്ലോപ്പീഡിയ പ്രവർത്തിക്കുമ്പോൾ BD ദത്തൻ എൻ്റെ ആർട്ട് എഡിറ്റർ ആയിരുന്നു, എൻ്റെ സ്റ്റാഫിലുണ്ടായിരുന്നു. ലിസി ജേക്കബിനെ ദത്തൻ ചിത്രകല പഠിപ്പിക്കുന്നത് ഞാൻ വളരെ ശ്രദ്ധാപൂർവ്വം നോക്കി നിന്നിട്ടുണ്ട്, അന്നത്തെ ചീഫ് സെക്രട്ടറി. കുറിച്ചിക്കുട്ടി മാഷിൻ്റെ ചിത്രങ്ങളെ കുറിച്ച് എനിക്ക് അങ്ങനെ ആഴത്തിൽ പറയാൻ എനിക്കറിയില്ല, കാരണം ഞാൻ അങ്ങനെ ഒരു ഗവേഷണം നടത്തിയിട്ടില്ല. പക്ഷേ മഹേഷ് പൗലൂസിൻ്റെ പുസ്തകം, ചെറിയ പുസ്തകമാണ്, ചിത്രകലയിലെ ഏകാന്ത പഥികൻ എന്ന പുസ്തകം. അത് എനിക്ക് ഇന്നലെ 2 ദിവസം മുമ്പ് എൻ്റെ കയ്യിൽ കിട്ടി. ഒരു നല്ല ഒരു അറ്റംപ്റ്റ്, ബിഗിനിങ് എന്നേ ഞാൻ പറയുന്നുള്ളൂ. വാസ്തവത്തിൽ കുറിച്ചിക്കുട്ടി മാഷിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ചിത്രകലയെക്കുറിച്ചും വളരെ വലിയൊരു പഠനം ഉണ്ടാകേണ്ടതാണ്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ജീവിതം ഭംഗിയായിട്ട് അടയാളപ്പെടുത്തണം. മറ്റൊന്ന്, ഓരോ ചിത്രവും അതിൻ്റെ പെയിൻറ്റിങ്, അതിൻ്റെ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ട് അതിനെക്കുറിച്ച് ആധികാരികമായി ചെയ്യണം. എനിക്ക് തോന്നുന്നു കുറിച്ചിക്കുട്ടി മാഷിനെ കുറിച്ച് ഒന്ന് അറിയണം എങ്കിൽ എന്താ വഴി? ഈ മക്കളുണ്ടെണ്ണം ഇവിടെ ചിൽഡ്രൻ അമ്മ അടുത്ത് ഇരിക്കുന്നു. എൻ്റെ ഒരു മാനവ സ്കൂളിൽ പഠിച്ചതാണ്. എൻ്റെ മകൻ്റെ ആദർശം ഇവിടെ ഉണ്ട്. മകൻ്റെ സീനിയറും ജൂനിയറും ആയിട്ട് പഠിച്ചവരാണ് അല്ലേ? പിന്നെ യുവർ സീനിയർ ആൻഡ് യുവർ ജൂനിയർ, അങ്ങനെ പഠിച്ച എൻ്റെ കുടുംബമാണ്. അപ്പോൾ മൈ ഫാമിലി. എൻ്റെ മകൻ്റെ അടുത്ത കൂട്ടുകാർ എന്ന് പറയുമ്പോൾ ദേ ആർ ഓൾസോ മൈ ചിൽഡ്രൻ. ആ രീതിയിലാണ്. അതുപോലെ തന്നെ ഈ അമ്മ, സുന്ദരിയായ അമ്മ, എൻ്റെ വൈഫിൻ്റെ കൂടെയാണ് ഓഫീസിൽ പോയിക്കൊണ്ടിരുന്നത്. ഷി വാസ് ഇൻ ദി യൂണിവേഴ്സിറ്റി ഓഫീസ് ആൻഡ് ഷി വാസ് ഓൾസോ വർക്കിംഗ് ഇൻ ദ സിറ്റി. അപ്പോൾ പോയിക്കൊണ്ടിരുന്നതെന്ന് ഞാൻ ഓർക്കുന്നു. അപ്പോൾ എല്ലാവരും ഫാമിലി ടച്ചാണ് എന്ന് പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ വിളിച്ചപ്പോൾ ഓടി വന്നത്. പ്രസംഗം ചെയ്യാനൊന്നുമില്ല, എല്ലാവരും കാണാമല്ലോ, സന്തോഷമാവും എന്നുള്ള ഒരു മട്ടിലാണ് എത്തിച്ചേർന്നത് എന്ന് ഞാൻ ഓർക്കുന്നു. അപ്പോൾ കുറിച്ചിക്കുട്ടി മാഷിനെ കുറിച്ച് എനിക്കൊരു റിക്വസ്റ്റ്, മക്കളോടും കലാലോകത്തോടും ഉള്ള എൻ്റെ ഒരു സ്നേഹപൂർവ്വമുള്ള ഒരു അപേക്ഷ എന്ന് പറയുന്നത്, മാഷയുടെ പെയിൻറ്റിങ്സ് എല്ലാം കളക്ട് ചെയ്തിട്ട് അതിൻ്റെ മനോഹരമായിട്ടുള്ള ആവിഷ്കാരം ഒരു ആൽബം പോലെ തയ്യാറാക്കണം. എത്ര പെയിൻറ്റിംഗ് ഉണ്ടെന്ന് എനിക്കറിയാൻ വയ്യ, എത്ര കുറേ ഉണ്ട്. അത് തിരഞ്ഞെടുക്കണം നമ്മളെ. അത് തിരഞ്ഞെടുത്തിട്ട് അതിൻ്റെ ഒരു ആൽബം ഉണ്ടാക്കണം. വാസ്തവത്തിൽ ആ ഷുഡ് ബി അറ്റാച്ച്ഡ് ടു ദി ബുക്ക്. സമഗ്രമായിട്ട് അതെല്ലാം ചെയ്തിട്ട് മാഷയുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു നിമിഷങ്ങൾ നിങ്ങൾക്കെല്ലാം ഓർക്കാനുണ്ടാവും. നല്ല കാര്യങ്ങൾ മാത്രമേ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കാനുണ്ടാവൂ എന്നുള്ളതും വളരെ വലിയൊരു കാര്യമാണ്.
പിന്നെ ഒരു വെച്ചാൽ ഞാൻ വളരെ പറയുകയാണ്, ഈ ഏകാന്ത പഥികൻ എന്നാണ് മഹേഷ് പൗരൂസ് ഈ പുസ്തകത്തിന് പേര് കൊടുത്തിരിക്കുന്നത്. ചിത്രകലയിലെ ഏകാന്ത പഥികൻ. ഇതൊരു വളരെ എവിടെ മഹേഷ് എവിടെയെങ്കിലും മഹേഷ് ഏനാ ഫോട്ടോഗ്രാഫ്സ്. മഹേഷ് ഒരു അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഈ തലക്കെട്ട് വളരെ അർത്ഥവത്താണ്. ചിത്രകലയിലെ ഏകാന്ത പഥികൻ.